രണ്ട് കാര്യങ്ങളിൽ പേരാവൂരിൽ ശൈലജ ടീച്ചർ മത്സരിക്കാൻ പോകുമ്പോൾ നമ്മളോട് തന്നെ ശൈലജ ടീച്ചർ പറഞ്ഞു അവിടെ മത്സരിച്ച് വിജയിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ടീച്ചർ എന്താ പുറത്തു പറയുന്നത്? തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ നിയോഗിച്ചത് എന്നാണ്. ആ നറേറ്റീവിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞത്. യഥാർത്ഥത്തിൽ ശൈലജ ടീച്ചറിനെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ എന്തായിരുന്നു പ്രശ്നം? ഞാൻ എപ്പോഴും കരുതുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പിണറായി വിജയൻ ഞാനിനി അധികാരത്തിൽ, അതായത് ഞാൻ ജയിച്ചു വന്നാൽ പോലും മുഖ്യമന്ത്രിയായി കേരളത്തിന് ഒരു സ്ത്രീമുഖം വേണമെന്നൊരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നെങ്കിൽ ഈ ജനവിധിയിൽ എത്രമാത്രം തിരിച്ചൊരു രാഷ്ട്രീയം പ്രവർത്തിക്കുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷേ അങ്ങനെ ഒരിക്കലും പിണറായി വിജയൻ പറയാനോ അങ്ങനെ പിണറായി വിജയനെ കൊണ്ട് ചിന്തിപ്പിക്കാനോ പാർട്ടിയോ ജില്ലാ ഘടകമോ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശിക ഘടകമോ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാര്യം അതെല്ലാം ഘടകങ്ങളും ഒറ്റ വാഴ്ത്തുപാട്ടിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അവിടെയാണ് ചോദ്യങ്ങൾ ഉയരേണ്ടത്. ആ ചോദ്യങ്ങൾ ജില്ലാ ഘടകത്തിൽ നിന്ന് മാത്രമല്ല, ബ്രാഞ്ചിൽ നിന്ന്, ലോക്കലിൽ നിന്ന്, ഏരിയയിൽ നിന്ന്, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ചോദ്യങ്ങളായി വരികയും ഒരു നേതാവും ഈ പാർട്ടിയിൽ മറ്റൊരു സഖാവിനും മീതെയല്ല എന്നൊരു സന്ദേശം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമായി മാറുന്നത്. അത് ഈ കഴിഞ്ഞ ആ രാഷ്ട്രീയവും ആ ഫിലോസഫിയും 5 വർഷത്തെ സർക്കാരിൽ നിന്ന് ചോർന്നുപോയി എന്നുള്ള വിമർശനം വളരെ ശക്തമാണ്. അത് പിണറായി വിജയൻ മാത്രമല്ല അതിന് ഉത്തരവാദി. പിണറായി വിജയനെ ആ നിലയിലേക്ക് അധികാരത്തിനിരയാക്കത്തക്ക രീതിയിലേക്ക് വാഴ്ത്തുപാട്ടോടുകൂടി കാരണഭൂതൻ എന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പാർട്ടിയിലെ എല്ലാ ഘടകങ്ങളും തുല്യമായ ഉത്തരവാദികളാണ് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ പോൾ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ് നമ്മുടെ സ്റ്റാലിൻ്റെയും ക്രൂഷ്ചേവിൻ്റെയും കാര്യം. സ്റ്റാലിൻ്റെ കാലശേഷം അവിടെ സ്റ്റാലിനെക്കുറിച്ചുള്ള, സ്റ്റാലിൻ്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നടക്കുമ്പോൾ ക്രൂഷ്ചേവ് ചോദിച്ച ചോദ്യം ഇതാണ്. ക്രൂഷ്ചേവ് ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രൂഷ്ചേവിനോട് സദസ്സിൽ നിന്ന് ആൾ ചോദിക്കുന്നു, താങ്കൾക്കിത് നേരത്തെ പറഞ്ഞുകൂടെ? ക്രൂഷ്ചേവ് മറുപടി പറയുന്നു, ഇതാരാ ചോദിച്ചത് എന്നൊരു ചോദ്യം. ഒരൊറ്റയാൾ പോലും സദസ്സിൽ നിന്ന് കൈ ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അക്കാലത്തും സംഭവിച്ചു പോയത് എന്നുള്ളതാണ്. ഇത് പാർട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് ഓരോ ജില്ലാ ഘടകത്തിൽ നിന്നും ആ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നത്. ഈ ചോദ്യം യഥാർത്ഥത്തിൽ 2022 മുതൽ തുടങ്ങണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം.